മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. 2 ദിവസത്തിനകം നിയമസഭാ കക്ഷി യോഗത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ജനങ്ങൾ തീരുമാനിക്കുന്നതുവരെ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കില്ല എന്നാണ് കെജ്രിവാൾ പറയുന്നത്. BJP പരാജയപ്പെടുന്ന സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ജയിലിൽ അടയ്ക്കൂ എന്ന് കെജ്രിവാൾ വിമർശിച്ചു. क्या आप केजरीवाल को ईमानदार मानते हो कि गुनहगार मानते हो? मैं दिल्ली की जनता से पूछना चाहता हूं, मैं देश की जनता से पूछना चाहता हूं कि क्या केजरीवाल ईमानदार है कि गुनहगार है? दोस्तों, 2 दिन के बाद, आज से 2 दिन के बाद मैं सीएम की कुर्सी से इस्तीफा देने जा रहा हूं और मैं तब तक सीएम की कुर्सी पे नहीं बैठूंगा जब तक जनता अपना फैसला ना सुना दे। मैं जनता के बीच में जाऊंगा, गली गली में जाऊंगा, घर घर में जाऊंगा और जब तक जनता अपना फैसला ना सुना दे कि केजरीवाल ईमानदार है, तब तक मैं सीएम की कुर्सी के ऊपर नहीं बैठूंगा. ആദിൽ പാലോട് ചേരുന്നു വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന്. ആദിൽ, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു എന്ന് മാത്രം, പക്ഷേ ചുമതലകൾ നിർവഹിക്കാനാകില്ല എന്നതുകൊണ്ട് തന്നെ രാജിക്കൊരുങ്ങുകയാണ് കെജ്രിവാൾ. രാജ്യ തലസ്ഥാനത്ത് വീണ്ടും പുതിയ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടുന്ന സാഹചര്യം. കെജ്രിവാൾ രാജിവെച്ചൊഴിയാമെന്ന് സന്നദ്ധത അറിയിക്കുന്നു. ആരുടെയൊക്കെ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്? അതിശയടക്കം പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. നിർണായകവും നാടകീയവുമായിരുന്നു AAP ആസ്ഥാനത്ത് ജയിൽ മോചിതനായ ശേഷം കെജ്രിവാൾ എത്തുകയും ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ BJPയെ രൂക്ഷമായി വിമർശിച്ചു. BJP ഇതര സർക്കാരുകളെ ക്ഷയിപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ട്, പിണറായി വിജയനെയും മമതാ ബാനർജിക്കുമെതിരെ കേസുകൾ എടുത്ത് ഈ BJPയെ ഭയപ്പെടുത്തുന്ന പാർട്ടികളെ, കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഭയപ്പെടുത്തുകയാണ് എന്നീ വിമർശനങ്ങൾക്ക് ശേഷം പ്രസംഗത്തിന്റെ അവസാന ഘട്ടത്തിലാണ് താൻ രാജിവെക്കാൻ പോവുകയാണ് എന്ന പ്രഖ്യാപനം, നിർണായക പ്രഖ്യാപനം നടത്തുന്നത്. ഇപ്പോൾ ഉള്ളത് എനിക്ക് പിന്നിലുള്ളത് ഈ AAP ആസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകരെ, AAP പ്രവർത്തകരെ അരവിന്ദ് കെജ്രിവാൾ കണ്ട വേദിക്ക് സമീപമാണ്, മുന്നിലാണ് ഞാനുള്ളത്. ഈ നിലയിൽ ഒരു പ്രഖ്യാപനം നടത്തുക വഴി പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഉടനെ നടത്തണം എന്ന ആവശ്യം കൂടി കെജ്രിവാൾ മുന്നിൽ വെച്ചിരിക്കുന്നു. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് 5 വർഷ കാലാവധി പൂർത്തിയാക്കി ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. എന്നാൽ മഹാരാഷ്ട്രയിൽ നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയ്ക്കൊപ്പം ദില്ലിയിൽ കൂടി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം ഇപ്പോൾ കെജ്രിവാൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് ഔദ്യോഗികമായി തന്നെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഒപ്പം മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഒരാളെ അതുവരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ നിയോഗിക്കും. ആ തീരുമാനം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. ഉടനെ തന്നെ നിയമസഭാ കക്ഷി യോഗം ചേരും, അതിൽ തീരുമാനമെടുക്കും. 2 ദിവസത്തിനകം താൻ രാജിവെക്കുമെന്ന ഒരു പ്രഖ്യാപനം, നിർണായകവും നാടകീയവുമായ ഒരു പ്രഖ്യാപനം ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നടത്തിയിരിക്കുന്നു. 176 ദിവസത്തെ ജയിൽ മോചനത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് കെജ്രിവാൾ പുറത്തിറങ്ങിയത്. കെജ്രിവാൾ പറയുന്നത് ഭയം അത് തെറ്റു ചെയ്തവർക്കേ വേണ്ടതുള്ളൂ, പക്ഷേ താനിപ്പോൾ രാജിവെക്കുന്നത് ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി വീണ്ടും അധികാരത്തിലേറാനാണ്. അങ്ങനെയെങ്കിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ജനങ്ങൾ തന്റെ സത്യസന്ധത അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അധികാരത്തിലേറ്റണം എന്നുള്ള ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് തികച്ചും ഏതായാലും ആദിൽ പാലോടാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കെജ്രിവാൾ രാജിവെച്ചൊഴിയാമെന്നിപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്.